ഇത് പുതിയതായിട്ട് വന്ന മെക്കാനിക്കിൻ്റെ IC ക്ലീനിങ്ങിന് ബോർഡ് സർവീസിനൊക്കെ വേണ്ടിയിട്ട് വന്ന പുതിയ സ്റ്റാൻഡാണ്. ഇതിന് മുന്നേ വന്നിരുന്നു മെക്കാനിക്കിൻ്റെ, പക്ഷേ അത് വന്ന IC ക്ലീൻ ചെയ്യുന്ന സ്റ്റാൻഡ് മെറ്റൽ കേസായിരുന്നു മൊത്തമായിട്ട് വന്നത്. ആ മെറ്റൽ കേസ് അതിനെക്കൊണ്ട് IC ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇത് ചൂടായിട്ട് അതിൻ്റെ മുകളിൽ കൈ വെക്കാൻ കഴിയുന്നില്ല. പിന്നെ അത് അങ്ങനെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് മോഡലാക്കിയിട്ട് ഇപ്പോൾ ഇറക്കിയത്, രണ്ടാമത് ഇറക്കിയതാണ് ഇപ്പോൾ ഇത് വരുന്ന കല്ലായിട്ട് തന്നെ വരുന്നത് മുകളിൽ. അപ്പോൾ അതിനെക്കൊണ്ട് ആ ഹീറ്റിങ്ങിൻ്റെ പ്രശ്നം ഇനി ഉണ്ടാവില്ല. ആ ഐസിൻ്റെ ആ സ്റ്റീൽ കളർ വരുന്ന പ്ലേറ്റ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ മെറ്റലായിട്ട് വരുന്നത്. ബാക്കിയുള്ളതൊക്കെ ഒരു കല്ലുമായി തന്നെ വരുന്നതിനെ കൊണ്ട് ഹൈറ്റ് അങ്ങനെ അത്ര വലിച്ചെടുക്കുമല്ലോ മറ്റേൻ്റെ മാതിരി. മറ്റേത് ഫെയിലായി പോയിരുന്നു അവർക്ക് എന്തായാലും ഇറക്കിയിട്ട്. ആ ഫുള്ള് ഹീറ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ അതിപ്പോഴും മാർക്കറ്റിൽ ഇങ്ങനെ കളിക്കുന്നുണ്ട്. അത് ഇനിയിപ്പോൾ ആരും അറിയാതെ എടുത്ത് പോയി കൊടുക്കണ്ട. ഫസ്റ്റ് ചെയ്തിരുന്നു, അതിൻ്റെ കുറേ മുന്നേ ചെയ്തിരുന്നു അതിൻ്റെ വീഡിയോ. അതായിരുന്നു ആദ്യം സെയിൽ ചെയ്തത്. പിന്നെ അതിൻ്റെ ശേഷം ഇപ്പോൾ കുറേ കമ്പനി മാറി മാറി വന്നുകൊണ്ടേയിരിക്കുക. പിന്നെ ഇത് മെയിനായിട്ട് ഐഫോണിൻ്റെ ബോർഡ് ചെയ്യട്ടോ. മൈക്രോസ്കോപ്പിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ബോർഡ് സർവീസ് ചെയ്യാൻ സുഖമാണ്. ഇത് 360 റൊട്ടേഷൻ ഓപ്ഷൻ ഉണ്ടായതിനെ കൊണ്ട് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ശരിക്കും നല്ലൊരു ഉള്ളിൽ ബോൾ വരുന്നതാണ്. അപ്പോൾ അതിനെക്കൊണ്ട് ആ ഒരു ടക്ക് ടക്ക് പറഞ്ഞ സൗണ്ടും ഉണ്ട്, കറക്റ്റ് റൊട്ടേറ്റ് ആവുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല മെയിനായിട്ട് ഐഫോണിൻ്റെ ബോർഡുകൾക്കാണ് ചെയ്യാൻ സൗകര്യം ഉണ്ടാവുക വിചാരിക്കുന്നത്. എന്ന് വെച്ചാൽ ആ ഒരു വലുപ്പമല്ലേ ഉണ്ടാവുള്ളൂ ബോർഡ്. ചെറിയ ബോർഡ് അതിനെക്കൊണ്ട് സിമ്പിളായിട്ട് മൈക്രോസ്കോപ്പിനുള്ളിൽ വെച്ച് ചെയ്യാൻ പറ്റും. ദിവസം ഇറങ്ങുന്ന ഓരോ മോഡലുകൾ സാധനം അത്രയ്ക്കും വന്നുകൊണ്ടേയിരിക്കുക. ബ്രാൻഡുകൾ ഇങ്ങനെ മത്സരം വെച്ച് ഇറക്കിക്കൊണ്ടിരിക്കുക. ഓരോ ഐസിൻ്റെ ബോർഡിൻ്റെ ഒക്കെ സ്റ്റാൻഡ് ഇത്ര ബ്രാൻഡായിപ്പോൾ.